എല്ലാവർക്കും നമസ്തേ. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 9, 11 തീയതികളിലായി തെരഞ്ഞെടുപ്പ് നടക്കും. 13-ാം തീയതി ഫലം പ്രഖ്യാപിക്കും. ഇനിയുമാണ് നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത്. സമീപകാലത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഈ ഭരിക്കുന്ന CPM എന്ന് പറയുന്ന പാർട്ടി സംസ്ഥാന ഭരണത്തിലിരുന്നു കൊണ്ട് കാണിച്ചു കൂട്ടുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതായത് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോവുക, എത്രയോ ചികിത്സ കിട്ടാതെയും ചികിത്സാ പിഴവ് മൂലവും നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ നിരവധി ആൾക്കാർ മരണപ്പെടുന്ന കാര്യം നമ്മൾ കണ്ടു. പലയിടങ്ങളിലും ക്രൂരമായ പ്രവർത്തനങ്ങൾ കണ്ടു, ഗുണ്ടായിസം ഉൾപ്പെടെയുള്ളത്. ഇതിനെയൊന്നും നിയന്ത്രിക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർ തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഹൈന്ദവ ക്ഷേത്രങ്ങൾ എല്ലാം മുച്ചൂട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പലയിടത്തും ഇപ്പം മലബാർ ദേവസ്വം ബോർഡിൻ്റെ 3000 ചില ഏക്കർ സ്ഥലം അന്യാധീനപ്പെട്ടു പോയി. അത് വീണ്ടെടുക്കണം എന്ന് ഒരു സമിതി റിപ്പോർട്ട് കൊടുത്തിട്ട് സർക്കാർ അനങ്ങിയിട്ടില്ല. ഇടതുപക്ഷ സർക്കാർ അവർക്ക് താല്പര്യമുള്ളവർക്ക് ഈ ക്ഷേത്രഭൂമി കയ്യേറാനും കയ്യേറിയത് കൈവശം വെച്ചുകൊണ്ടിരിക്കാൻ, അത് സ്ഥിരപ്പെടുത്തി കൊടുക്കാനുമുള്ള നടപടികളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതേപോലെ തന്നെ നമ്മൾ കണ്ടതാണ് സ്വർണ്ണപ്പാളി മോഷണം. ശബരിമലയുടെ ശ്രീകോവിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നട തുറന്നിരുന്ന സമയത്ത് ആചാരം ലംഘിച്ച് ശ്രീകോവിലിന്റെ വാതിൽ വരെ അഴിച്ച് ഇളക്കി മാറ്റി, അത് ഇളക്കി മാറ്റിയ സംഭവം വരെ നമ്മളുണ്ടായി. ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഇത്തരം ഈ ശബരിമലയിലെ ഈ തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി തന്നെ പിണറായി വിജയൻ കാണിച്ചു വെച്ചത് നമ്മൾ കണ്ടതാണ്. എൻ വാസു എന്ന് പറയുന്ന ഒരു കറതീർന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ, CPM-ന്റെ പല പദവികളിൽ ഇരുന്നിട്ടുള്ള ആ വാസു എന്ന കള്ളനെ രണ്ടാമത് വീണ്ടും കമ്മീഷണർ ആക്കുകയും അതിനുശേഷം അയാള് പെൻഷനായതിനെ തുടർന്ന് അയാളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് നിയോഗിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. പിന്നെ വേറെ തന്നെ നമ്മൾ കണ്ട മുരാരി ബാബു, CITU എന്ന് പറയുന്ന സംഘടനയുടെ, അതായത് CPM-ന്റെ പോഷക സംഘടനയാണ്. CITU-വിന്റെ നേതാവാണ്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ CITU-യുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത സംഘടനയുടെ വലിയ നേതാവ് അയാള്. പിന്നെ സുധീഷ് എന്ന് പറയുന്ന സത്യം പറഞ്ഞ സുധീഷൊക്കെ ഞാൻ ഇവിടെ അയാൾ പന്തളത്ത് ജോലി ചെയ്തിട്ടുള്ളപ്പോൾ അയാളുമായിട്ട് സഹകരിച്ചിട്ടുള്ളതാണ്. കാണുമ്പോൾ നമ്മൾ വളരെ വളരെ നല്ല മനുഷ്യൻ, എല്ലാ കാര്യങ്ങളിലും നമ്മളോട് സഹകരിക്കും, മാധ്യമങ്ങളോട് സഹകരിക്കുന്ന മനുഷ്യൻ എന്നൊക്കെയാണ് സത്യത്തിൽ ഞാനും ചിന്തിച്ചിരുന്നത്. അയാളെ ഇതിനകത്തിൽ കൈ കാണില്ല. വാസു പറഞ്ഞ അനുസരിച്ച് അയാളങ്ങ് അനുസരിച്ചു എന്നായിരുന്നു അയാളുടെ അറസ്റ്റ് നടക്കുന്ന സമയം വരെ ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ അതല്ലായിരുന്നു എന്നുള്ളത് ഇപ്പോഴല്ലേ മനസ്സിലാകുന്നത്. അയാളും കറതീർന്ന CPM-കാരൻ, അടൂർ ഭാഗത്തുള്ള ഒരു CPM-കാരൻ. അയാൾ ഇതിന്റെ ധനം പാർട്ടിക്ക് കൊടുത്തെന്ന് വരെയാണ് വാർത്തകൾ വരുന്നത്. പാർട്ടി ഭരിക്കുന്നത് സഹകരണ സംഘത്തിനും പാർട്ടിക്ക് തന്നെ ഇയാള് ശബരിമലയിൽ നിന്ന് ഇതേപോലുള്ള തട്ടിപ്പ് നടത്തിക്കൊണ്ടത് ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CPM ഇരുന്ന് കാണിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ള കാര്യം. മലബാറിലും ഇതേപോലെ നടന്ന കാര്യം അറിയാം. നാട്ടുകാർ കഷ്ടപ്പെട്ട് പണം സ്വരുക്കൂട്ടി തകർന്നു കിടന്ന ഒരു ക്ഷേത്രം പുനരുദ്ധരിച്ചപ്പോൾ അത് രായിക്കരാമാനം പോലീസിനെ വിട്ട് ഭക്തരെ ഉപദ്രവിച്ചിട്ട് അത് പിടിച്ചടക്കിയ ചരിത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനുള്ളത്, പിണറായി സർക്കാരിനുള്ളത്. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഇപ്പം നിഷ്പക്ഷരായിട്ടുള്ള ഹിന്ദു വിശ്വാസികൾ, അത് ക്ഷേത്രവിശ്വാസികളോടെ നമുക്കിത് പറയാകത്തുള്ളൂ. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭാഗത്ത് നിന്നൊരു അനുകൂല സമീപനം ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഹിന്ദു വിശ്വാസികൾ, ക്ഷേത്രവിശ്വാസികൾ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് വരുന്ന CPM-കാരൻ നിങ്ങളുടെ ജനപ്രതിനിധിയാകാൻ നിങ്ങൾ അനുവദിക്കരുത്.
അങ്ങനെ അനുവദിച്ചാൽ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ ഉണ്ടായാൽ അവരിതിനേക്കാൾ കൂടുതൽ നാശപ്രവർത്തികൾ നമ്മുടെ ക്ഷേത്രങ്ങൾക്കും നമ്മുടെ ആചാരങ്ങൾക്കും എതിരെ നടത്തും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം അവർ തന്നെ അവർക്ക് തന്നെ പാർട്ടിയിൽ തന്നെ ഒരു ചിന്ത വരും, ഇത്രമാത്രം ക്ഷേത്രങ്ങൾക്കും അല്ലെ ആചാരങ്ങൾക്കും എതിരെ ഞങ്ങൾ കാണിച്ചിട്ടും ഞങ്ങളെ പിന്തുണയ്ക്കാൻ അല്ലെ ഞങ്ങളെ ജയിപ്പിച്ചു വിടാൻ ഇവിടുത്തെ ഹിന്ദു സമൂഹം ആണ്, അവർക്കൊക്കെ ഇത് താല്പര്യമുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ ഇനിയും ഇത് തന്നെ തുടരുക എന്നുള്ള ഒരു ചിന്ത CPM ഉണ്ടാകും. അതുണ്ടാക്കി കൊടുക്കാൻ ഹിന്ദു വിശ്വാസികൾ, അതായത് ക്ഷേത്ര വിശ്വാസികൾ ഇതിന് തയ്യാറാകരുത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതനുസരിച്ച് വേണം നമ്മൾ തെരഞ്ഞെടുപ്പിനെ സമീപിക്കേണ്ടത്. പിന്നെ ഒരു കാര്യമുണ്ട്, കോൺഗ്രസ് അവരോടൊപ്പം മുസ്ലിം ലീഗ് ഉണ്ടെങ്കിൽ കൂടിയും അവരിത്രയും നമ്മുടെ ക്ഷേത്രങ്ങളൊന്നും തകർക്കുന്നില്ല. അത് അവർക്ക് കൊടുക്കണം എന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് ചെയ്യാവുന്നത് ആചാരങ്ങൾക്ക് അതിന്റെ സംരക്ഷണം കാവലാളായി നിൽക്കുന്ന ഈ ക്ഷേത്ര വിശ്വാസങ്ങളെയും ഹിന്ദു സംസ്കാരത്തിനും അനുകൂലമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ, ഇന്ത്യ മൊത്തത്തിൽ. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പ്രഥമ പരിഗണനയിൽ വയ്ക്കണം. അവരെ ജയിപ്പിച്ചു വിട്ടാൽ ഞങ്ങളുടെ സംസ്കാരം സംരക്ഷിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കും എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി അത്തരക്കാരെ ജയിപ്പിച്ച് വിടുക, അവർക്ക് വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്താലും അതിൽ ഒട്ടും കുഴപ്പം വരുന്നില്ല. കാരണം അവരിങ്ങനെ നേരിട്ട് ക്ഷേത്രങ്ങൾ നശിപ്പിക്കാനോ ക്ഷേത്ര സ്വത്തുക്കൾ ഇങ്ങനെ വൻതോതിലും ഒന്നടക്കം അടിച്ചു മാറ്റിക്കൊണ്ടു പോകാൻ അവർ ശ്രമിക്കുന്നവരല്ല എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമുള്ളതാണ്. അവരുടെ കൂടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു വർഗീയ പാർട്ടി ഉണ്ടെങ്കിലും, മതാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിലും, അവര് തീവ്രവാദത്തിലേക്ക് പോയിട്ടില്ലാത്തതുകൊണ്ട്, അവര് പക്ക മുസ്ലിം മത പാർട്ടിയാണെങ്കിലും അവര് തീവ്രവാദികൾ അല്ല എന്നുള്ളത് കൊണ്ട് ഇത്രമാത്രം നമ്മുടെ സംസ്കാരത്തിന് ദ്രോഹം ഉണ്ടാവുകയില്ല ഈ CPM വരുത്തി വെക്കുന്നത് പോലുള്ള. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ, അല്ലെ ക്ഷേത്രങ്ങളെയും ഹൈന്ദവ ആചാരങ്ങളെയും സംരക്ഷിക്കാൻ മുന്നിൽ നിൽക്കുന്ന പാർട്ടി എന്ന് വെച്ചാൽ ആ പാർട്ടിക്ക് എന്ന് പറയാൻ ദേശീയ കാഴ്ചപ്പാടാണ്. അവർ ഹിന്ദു സംസ്കാരത്തെ ആകട്ടെ, മുസ്ലിം സംസ്കാരത്തെ, ഇസ്ലാമിക സംസ്കാരത്തെ ആകട്ടെ, ക്രിസ്ത്യൻ സംസ്കാരത്തെ ആകട്ടെ, അതിനെ വേർതിരിച്ച് കാണുന്നില്ല. എല്ലാം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാണ് അവരുടെ ചിന്ത. എന്നാൽ അവർ കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് ഹിന്ദു സംസ്കാരത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് എന്തുകൊണ്ടെന്നാൽ മറ്റു പാർട്ടികളെല്ലാം, കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മറ്റു പാർട്ടികളെല്ലാം ഹിന്ദു സംസ്കാരത്തിനെതിരായിട്ട് നിലപാടെടുത്തപ്പോൾ സ്വാഭാവികമായിട്ട് അവര് മറ്റുള്ളവരെ എതിർക്കുന്ന ആ സംസ്കാരത്തെ അല്ലെ ആ മതവിഭാഗത്തിനെ കൂടുതൽ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ ആ പ്രസ്ഥാനങ്ങളൊക്കെ. അതായത് ഞാൻ തെളിച്ചു തന്നെ ഞാൻ പറയാം, BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കാര്യമാണ്, രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യമാണ് പറയുന്നത്. അവരാണ് ഹിന്ദുത്വത്തിന് വേണ്ടി, അല്ലെ ഹിന്ദു സംസ്കാരം അല്ലെ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി അവർ വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. BJP ക്രൈസ്തവർക്കോ ഇസ്ലാമിക വിഭാഗങ്ങൾക്കോ എതിരല്ല, അവരെയും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ്. അപ്പൊ അങ്ങനെയുള്ള BJPക്ക് വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിനൊരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ, മനപ്രയാസം തോന്നുകയാണ്, നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്താലും CPM-ന് വോട്ട് നിങ്ങൾ നൽകരുത്, അവരെ ജയിപ്പിച്ചു വിടരുത്. അവര് ജയിപ്പിച്ചു വിട്ടാൽ നാളെ നിങ്ങളുടെ ഈ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കളോ വസ്തുവകകളോ ഒന്നും ഇതേപോലെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയുകയില്ല. കാരണം അവരാണ് തീരുമാനിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ ഇപ്പൊ തന്നെ ഈ K. ജയകുമാറിനെ പ്രസിഡന്റ് ആക്കിയെങ്കിൽ അതിനു മുമ്പ് അവർ തീരുമാനിച്ചിരുന്നത് എന്താണ്? പാർട്ടി നേരിട്ട്, ഇപ്പൊ പാർട്ടിയുടെ തീരുമാനം അതാണ്, നേരിട്ട് ക്ഷേത്രങ്ങൾ ഭരിക്കുക, നേതാക്കന്മാരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാക്കുക. ഇവര് ഈ ജയകുമാറിന് മുമ്പ് അവർ തീരുമാനിച്ച എന്തോ ഒരു ദേവകുമാർ എന്ന് പറഞ്ഞൊരു കറതീർന്ന പിണറായി പക്ഷക്കാരൻ, ക്ഷേത്രങ്ങൾക്കെതിരെ നിൽക്കുന്ന ഒരു വിദ്വാൻ, അയാളെ പ്രസിഡന്റ് ആക്കാനായിരുന്നു തീരുമാനിച്ചത്. കോടതിയിൽ ഇപ്പോൾ വളരെ വലിയ വിവാദമായിട്ട് കേസ് നടക്കുന്നതുകൊണ്ട് മാത്രമാണ് അവർ ഈ ജയകുമാറിനെ അവർ പ്രസിഡന്റ് ആക്കാൻ തീരുമാനിച്ചത്. ജയകുമാറിനെ പ്രസിഡന്റ് ആക്കിയാലും എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കിനി കണ്ടറിയാം.
അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഇവരെ ഒരു കാരണവശാലും ജയിപ്പിച്ച് വിടരുത് എന്നുള്ള തീരുമാനമായിരിക്കണം നമ്മൾ വിശ്വാസികളായ ഹിന്ദുക്കൾ സ്വീകരിക്കേണ്ടത്. ഒപ്പം തന്നെ നമ്മൾ ചിന്തിക്കുക, ഇപ്പൊ ഡൽഹിയിൽ സ്ഫോടനം നടന്ന് ഇരിക്കണം, വൻ സ്ഫോടനമാണ് നടന്നത്, തീവ്രവാദികൾ നടത്തിയത്. ഇത്തരം പ്രസ്ഥാനങ്ങളെ പോലും പിന്തുണയ്ക്കുന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ. അത് കോൺഗ്രസും പിന്നിലല്ല എങ്കിലും കൂടുതൽ ശക്തമായി പിന്തുണച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ. ഹമാസിനെ പോലുള്ളവർക്ക് അനുകൂലമായിട്ടല്ലേ ഇവിടെ ഡിവൈഎഫ്ഐയും CPM ഒക്കെ പ്രസ്ഥാനങ്ങൾ ഇറക്കുന്നതും പലയിടത്തും പരിപാടികൾ നടത്തുന്നത്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുകയില്ല, അവരെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ ഞങ്ങൾ ഏത് രീതിയിലും പ്രവർത്തിക്കും എന്നുള്ള തീരുമാനമായിരിക്കണം വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾക്ക് മനസ്സിൽ ഉണ്ടാകേണ്ടതും ആദ്യം ഇറങ്ങി പ്രവർത്തിക്കേണ്ടത്. ആ ഒരു ബോധ്യത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കുക, ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുക, നമ്മുടെ ക്ഷേത്രം നശിപ്പിക്കുന്നവരെയും ക്ഷേത്ര സ്വത്തുക്കൾ തട്ടിക്കൊണ്ടു പോകുന്നവരെയും ഭാരതീയതയ്ക്കെതിരെ ദേശസ്നേഹം വളർത്തിക്കൊണ്ടുവരുന്ന നിലപാടുകൾക്കെതിരെയും നിൽക്കുന്ന ഒരുത്തരെയും നമ്മൾ പിന്തുണയ്ക്കുകയില്ല, അവരെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തും എന്നുള്ള ഒരു ബോധ്യത്തോടും കൂടി നമ്മൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുക. CPM എന്ന് പറയുന്ന ആ ഒരു പാർട്ടിയെ നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി നിർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി തന്നെ മുന്നോട്ട് പോവുക. അതിനായിട്ട് ദൃഢനിശ്ചയത്തോടുകൂടി നിങ്ങൾ വോട്ട് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.